ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ മതദർശനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ, സിഖുകാരുടെ അയം നിജ പരോവേദി ഗണനാലുച്ഛേദസ ഉദ്ധാര ചരിതാനാം തു വസുദൈവ കുടുംബകം, ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്ന് പറയുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അയം നിജ പരോവേദി ഗണനാലുച്ഛേദസ ഉദ്ധാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ നിയമനിർമ്മാണം നടത്തുന്ന പ്രധാനമന്ത്രി ഇരിക്കുന്ന, തെരഞ്ഞെടുത്ത മെമ്പർമാരിരിക്കുന്ന പാർലമെന്റിന്റെ കവാട മന്ദിരത്തിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് അയം നിജ പരോവേദി ഗണനാലുച്ഛേദസ ഉദ്ധാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഏകോദര സഹോദരങ്ങളാണ് നാം എന്ന് എഴുതി വെച്ചിരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന് കാവലിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഴുവനും കരുണയുടെയും സ്നേഹത്തിന്റെയും നാമങ്ങളാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആ കുടുംബത്തിലെ 15 വയസ്സുകാരനായ പാവപ്പെട്ട നിരപരാധിയായ ബാലനെയും, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കന്നുകാലി ചന്തയിലേക്ക് പോയ പാവപ്പെട്ടവനെയും ഒരേ മരത്തിന്റെ രണ്ടറ്റത്ത് കെട്ടിത്തൂക്കപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ച അക്ഷരങ്ങൾക്കല്ല, അക്ഷരങ്ങൾക്ക് സ്വാധീനം നൽകുന്ന മനസ്സിന്റെ സംസ്കരണമാണ് നന്മയുടെ സംസ്കരണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വസുദൈവ കുടുംബകം, ഇത് കുടുംബമാണെന്ന് എഴുതി വെക്കുമ്പോ ആ കുടുംബത്തിലെ 2 അംഗങ്ങളെയാണ് ഒരേ മരത്തിന്റെ 2 കമ്പുകളിൽ കെട്ടിത്തൂക്കപ്പെട്ടത്. പാടില്ലായിരുന്നു. ഈ ഭാരതത്തിൽ ഇത് പാടില്ലായിരുന്നു. ഏതിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായിരുന്നാലും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയുന്ന ആ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആ ഗീതയുടെ വാക്യം എഴുതിയതിന്റെ മറുഭാഗത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ 7ാമത്തെ കവാടത്തിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം നന്നാവണമെന്ന് തീരുമാനിക്കുന്നത് വരെ അല്ലാഹു അവരെ പരിവർത്തനത്തിന് വിധേയമാക്കുകയില്ല. അവനവനാണ് സ്വയം തീരുമാനിക്കേണ്ടത് ഞാൻ നന്നാവണമെന്നുള്ളത്. അല്ല, നിങ്ങൾ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഞാൻ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവനവൻ നന്നാവണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് നമ്മൾ നന്നായി പൊരിച്ചു വെച്ച കരിമീൻ പൂച്ച തിന്ന പൂച്ചയെ കൊല്ലാൻ വേണ്ടി പോയപ്പോ പൂച്ച പറഞ്ഞത് എന്തിന് കരിമീൻ എന്റെ മുമ്പിൽ വെച്ചു എന്നാണ്. ആ ചോദ്യത്തിന് അർത്ഥമില്ല. അപ്പോഴും പൂച്ച പറയുന്നത് തിന്നത് തെറ്റല്ല. പൂച്ചയുടെ ചോദ്യം തിന്നത് തെറ്റല്ല, എന്തിന് എന്റെ മുമ്പിൽ വെച്ചു. ആ ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, നമ്മളൊക്കെ തെറ്റിനെ ന്യായീകരിക്കുന്നവർ. ഗൾഫുകാരന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ കൂടെ കാമുകനെ പിടിച്ചു കയ്യോടെ നാട്ടുകാര് കൈകാര്യം ചെയ്തു. അങ്ങാടിയിൽ പാട്ടായി, നാട്ടിലെ ചായക്കടയിൽ ചർച്ച വന്നു. എല്ലാവരും പറഞ്ഞു ആ പെണ്ണിനത് ചെയ്യാൻ കൊള്ളാവോ, അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടല്ലേ, അവനെ മക്കൾക്ക് അയച്ചു കൊടുക്കുന്ന അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞു എന്നാലും അവളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവൻ പോയിട്ട് എത്ര വർഷമായി. ഏറ്റവും ലാസ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായി. അവളെ കുറ്റം പറഞ്ഞു, നമ്മളിതൊക്കെ പറയുമ്പോഴും അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം, അതെന്ത്, അവൻ പോയിട്ട് എത്ര വർഷമായി, അവളൊരു പെണ്ണല്ലേ. ഏറ്റവും അവസാനത്തെ ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നു. പിന്നെ എല്ലാവരും അതിന്റെ പേരിൽ മുത്തഫഖുൻ അലൈഹിയാവും. അവര് പറയും ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിനും കാര്യമില്ലാതില്ല. അല്ല, അങ്ങനെയല്ലേ. അവസാനം നമ്മൾ പറഞ്ഞെത്തുമ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ തെറ്റുകളെ ലാഘവവൽക്കരിക്കുകയാണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്, അവളെ നോക്കി സുന്ദരി, അവനോ മുടിയൊക്കെ നരച്ചു. പാവം ഗൾഫിൽ പോയി മുടി നരച്ചു. ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ്. ഗൾഫുകാരൻ 1000 റിയാൽ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ അത് പിടിച്ചോണ്ട് പോകുമ്പോ നട്ടിച്ച നേരത്ത് ബാങ്കിലേക്ക് പോവാണ്, യു എക്സ്ചേഞ്ചിലേക്ക്, ലുലു എക്സ്ചേഞ്ചിലേക്ക്. ചൂടുകാരൻ ടാക്സി വിളിക്കാൻ പോകും. ടാക്സിക്കാരൻ പറയും എത്ര, കം റിയാൽ, 10 റിയാൽ, 10 റിയാൽ. അപ്പൊ പാവം വിചാരിക്കും 10 റിയാൽ ഇവിടെ കൊടുത്താൽ പിന്നെ 999 വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. 10 റിയാൽ ലാഭിച്ചാൽ എന്റെ മോളുടെ 1 മാസത്തെ ഫീസ് കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ പൈസയും ചുരുട്ടി പിടിച്ച് 10 റിയാലിന്റെ വഴി
ദൂരം അവൻ നട്ടുച്ച നേരത്ത് സൗദി അറേബ്യയിലൂടെ നടന്ന എക്സ്ചേഞ്ചിലെത്തും. അവിടെ പോയി 1000 റിയാൽ അവൻ പൂർണ്ണമായി 10 റിയാലിന്റെ കൊടുക്കാതെ നട്ടുച്ച നേരത്ത് നടക്കുന്ന അവൻ ആ പൈസ നാട്ടിലേക്ക് വിളിച്ചയച്ചിട്ട് ഭാര്യ വിളിച്ചിട്ട് പറയും പൈസ അയച്ചിട്ടുണ്ട് ബാങ്കിൽ പോയി വാങ്ങിച്ചോളാൻ. പെണ്ണ് പെട്ടെന്ന് ഉടുത്തൊരുങ്ങി പൗഡർ വിട്ട് 10 റിയാല് ലാഭിക്കാൻ 10 കിലോമീറ്റർ നടന്നയച്ച പൈസ വാങ്ങിക്കാൻ ഇവൾ 500 രൂപ കൊടുത്തിട്ട് ടാക്സിക്കാരൻ വിളിച്ച് ബാങ്കിൽ പോകും. ആ അയച്ചെടുത്ത് 500 രൂപ ടാക്സിക്കാരന് കൊടുക്കും. തന്റെ ഭർത്താവ് ചെയ്ത ത്യാഗം ഈ പെണ്ണ് കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ വിഷയമൊക്കെ ഞാൻ നാളെ പറയാം. അപ്പൊ അവര് പറയുന്ന അവൻ എത്ര പ്രായ വ്യത്യാസമുണ്ട്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസമാണ് ജീവിതത്തിന്റെ ബന്ധം തകർത്തതെങ്കിൽ എന്റെ സ്ത്രീകളെ നിങ്ങൾ നാളെ വരിക നേരത്തെ 8:30 മണിക്ക് ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി സമകാലീന സ്ത്രീത്വത്തോടുള്ള ഒരു സംവാദം മാത്രമാണ്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ പറയുന്നത് എന്തെന്നറിയോ? എന്താ പറയാ? അവനത് ചെയ്യാൻ പാടില്ല, അവളത് ചെയ്തതിലും കുഴപ്പമില്ല എന്ന്. ആ പറയുന്നതിന്റെ ന്യായം ഇതിങ്ങനെ തോന്നാതിരിക്കാനുള്ള ന്യായം എനിക്ക് നന്നാവണം. അള്ളാഹുവിനെ പേടിയില്ല, പടച്ച റബ്ബിനെ ഭയമില്ല. നാളെ മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടതാണെന്നുള്ള ബോധമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല പാതിരാത്രിയിൽ നിശബ്ദമായ രാത്രിയിൽ നടക്കുമ്പോഴാ പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് അമ്മ മകളോട് പറയുന്ന മോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ. ആ സമയത്താണ് മോള് പറയുന്നത് ഇല്ല ഉമ്മ, ഉമർ കാണുമല്ലോ ഉമ്മ, ഉമർ കേട്ടാൽ അറിഞ്ഞാൽ ശിക്ഷിക്കുമല്ലോ ഉമ്മ. ഉമ്മാന്റെ മറുപടി മോളെ ഇതാ കാന ഉമറു നായിമൻ ഫറബ്ബുൽ ഉമറു യഖ്ലാൻ. ഉമർ ഉറങ്ങിയാലും ഉമർ ഉറങ്ങിയല്ല മോളെ. ആ സമയത്ത് മോളുടെ മറുപടി ഉമ്മ, ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ, അവൻ ഉറക്കമില്ലല്ലോ ഉമ്മ, അവൻ അറിയാത്തതൊന്നുമില്ലല്ലോ ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, നീ ചെയ്ത തെറ്റ് നീയും അവളുമല്ലാണ്, മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ രഹസ്യമായി ചെയ്ത തെറ്റാണെങ്കിലും അല്ലാഹു യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂ. രഹസ്യമായി ചെയ്തതറിയുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിലെ അനുമാനം പോലും അറിയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. ശ്രദ്ധിച്ചു കേൾക്കണേ, അല്ലാഹു പറയുകയാണ് വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയത്തിന്റെ ഒരു അനുമാനം പോലും ഞാൻ അറിയുമെന്ന്. അനുമാനം പോലും നമ്മൾ ചെയ്തതല്ല. അടുത്ത് കിടക്കുന്ന ഭാര്യ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിലൊരു അനുമാനം വന്നാൽ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും നമ്മൾ അനുമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുമ്പേ അറിയുന്ന ഒരാളുണ്ട്, അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ബോധമുണ്ടാകണേ ചെറുപ്പക്കാരാ. ആരറിയാതെ ചെയ്തതും മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധതയോടെ പടച്ചറപ്പിനോട് തൗബ ചെയ്ത് തിരിച്ചു പോയില്ലെങ്കിൽ നാളെ അള്ളാഹു ഇതെല്ലാം കാണുന്നവനാ. അവന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നുള്ള ബോധമില്ലെങ്കിൽ, അതുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഉമ്മ ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബുൽ ഉമറു യഖ്ലാൻ. ഉമർ ഉറങ്ങിയില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് ഉറങ്ങിയിട്ടില്ലല്ലോ ഉമ്മ. മഹാനായ ഉമർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് തിരിച്ചുപോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ വീടിന്റെ വാതിലിൽ മുട്ടി. കൗമാരപ്രായക്കാരി പെൺകുടി വാതിൽ തുറന്നു. ഉമറിനെ കണ്ട് പേടിച്ചമ്പരന്ന് നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ നീ ഉമറിന്റെ കൂടെ വരുന്നോ മോളെ? ഇന്നലെ പറഞ്ഞതൊക്കെ ഉമർ കേട്ടിരിക്കുന്നുവോ? വിഭ്രാന്തിയോടെ ആ പൊന്നുമോള് നോക്കി നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ വരുന്നോ നീ എന്റെ കൂടെ? എന്റെ വീട്ടിലേക്ക് തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരെ വിവാഹം ചെയ്തു കൊടുത്തു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം പാതിരാത്രി
കാപ്പിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ അള്ളാനെ പേടിച്ചിട്ട് മാറി നിന്ന പ്രിയപ്പെട്ട പെണ്ണ് തന്റെ മകനെ ജീവിതത്തിൽ ഒരിക്കലും വഞ്ചിക്കില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരു ഭയത്തോടെ കൗമാര പ്രായത്തിലെ നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം പഠിപ്പിച്ചു കൊടുക്കണം, അല്ലാഹനെ കുറിച്ചുള്ള പേടി പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് കല്യാണ പന്തലിൽ പോലും അവൾ ഉപേക്ഷിക്കുകയില്ല. അധ്വാനിച്ചു തന്ന സ്വർണ്ണത്തിന്റെ പളക്കത്തിന്റെ മുമ്പിൽ കാമുകന്റെ കൈപിടിച്ചു പോകുമ്പോ അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാക്കുമാറാകട്ടെ. അവര് രണ്ടുപേര് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണത്രേ, കോളേജിൽ മുട്ടിട്ട പ്രണയമാണത്രേ. ഉമ്മയും മാപ്പയും അറിഞ്ഞില്ലത്രേ. പാവം ഉമ്മ എന്തറിയാൻ, പാവം പിതാവ് എന്തറിയാൻ. എന്നെ കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരങ്ങളെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ വേദനയുടെ നിലയറിയണേ, വാപ്പാന്റെ കട്ടപ്പാടിന്റെ വിയർപ്പിന്റെ വിലയറിയണേ. അറിയാതിരിക്കാൻ പാടില്ല. ഇന്ന് പെണ്ണുങ്ങൾ വഴിതെറ്റി പോകുമ്പോ കോളേജിന്റെ കലാലയത്തിന്റെ വർണ്ണാന്തരങ്ങള്, പ്രണയസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗമരത്തിന്റെ ചുവട്ടിലൂടെ ഇട്ടപ്പെട്ട ബോയ്ഫ്രണ്ടിന്റെ ചുമലിലേക്ക് കൈയെടുത്തു വെച്ചു. ഒരു ടീഷർട്ടിൽ ധരിച്ച് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ്ണ നഗ്നയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ ആണും ഓരോ പെണ്ണും അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ അവര് ചൊല്ലേണ്ട ഒരു ദുആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഓരോ പെൺകുട്ടികൾ +1 പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, നമ്മൾ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പെൺമക്കൾ കോളേജിലേക്ക് പോകുമ്പോ നിർബന്ധമായും ഈ പ്രാർത്ഥന അവരെ കൊണ്ടിരുന്നത് കേട്ട് പഠിച്ചു പഠിപ്പിക്കണേ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അശ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാ. ഏത് സമയത്ത് വീട്ടിൽ നിന്നിറങ്ങിയാലും നിങ്ങൾ ഈ ദുആ കൃത്യമായി ചൊല്ലണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? അറിയില്ല. ഇതാണ് നമ്മുടെ വിവരത്തിന്റെ ഗുണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോള് വേറൊരുത്തന്റെ കൂടെ പോയി, മോൻ വേറൊരുത്തന്റെ കൂടെ പോയി. ഇനിയിപ്പോ ദുആ ചെയ്താലും ചെയ്തതും ചിലപ്പോ ഗോതരം അല്ലാതെ പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി. എന്നാലും ഞാനത് അവളോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കൃത്യമായൊരു ദുആയുണ്ട്. ആ ദുആയുടെ അർത്ഥം പറഞ്ഞു തന്നാൽ ഇന്നത്തെ പെണ്ണിനോട് മാണും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പായുമായി നിർബന്ധിച്ചത് പറഞ്ഞിട്ടേ വിടാവൂ. എന്താ ദുആ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മുടെ നോട്ടം രാവിലെ മാതൃഭൂമി അല്ല പറഞ്ഞ ഞാൻ പറയാം, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. മാതൃഭൂമിക്കാൻ ഏതായാലും അതോടെ പാഠം സമയൊരാൾ ചെയ്യും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃഭൂമി പരിഹസിച്ചു. പ്രവാചകനെ കാർട്ടൂൺ വരച്ച് പരിഹസിച്ചതിന്റെ പേരിലാണ് പിന്നീട് പാരീസിലും ഡെൻമാർക്കിലും ചാവേറുകളായി രോഷാകുലമായ വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹം ഇസ്ലാമിന്റെ പേരിൽ ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. പ്രവാചകനെ അപഹസിച്ചു എന്നതായിരുന്നു അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം, അല്ലേ? അത് വിവരവും വിവേകവുമില്ലാത്ത ഒരുപക്ഷെ തീവ്രവാദ സമൂഹം ഏറ്റെടുത്ത് അതിന്റെ പരിണിതഫലമായി ചാവേറ് ബ്രസൽസിലും പാരീസിലും ചാവേറുകളായി പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആളുകൾ ചിതറിത്തെറിച്ചു. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളം മാതൃഭൂമി പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട്, അതും നിന്ദ്യമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് പത്രം പ്രസിദ്ധീകരിച്ചപ്പോ പിറ്റേ ദിവസം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും സ്വന്തം പ്രതീക്ഷിച്ചു. പക്ഷേ അതിന്റെ പേരിൽ മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നില കല്ലെറിഞ്ഞിട്ടില്ല. ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ ടയർ
കയറ് കുത്തി കയറിയിട്ടില്ല. ഒരു മനുഷ്യന്റെ പോലെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് മാറിയിട്ടിട്ടില്ല. കേരളത്തിന് ക്ഷുഭിതരായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചാൽ രക്തം കൊടുത്തിട്ടും ജീവൻ കൊടുത്തിട്ടും ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പേരിൽ ഒരു ചരൽക്കല്ല് പോലും എറിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് കേരളീയ മുസ്ലിമീങ്ങളുടെ വൈകാരികമല്ലാത്ത വിവേകത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയേറെ പ്രബുദ്ധരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് കഴിഞ്ഞു എന്നത് അതിന്റെ പുറകിലുള്ള മറ്റൊരു വൃത്താന്തമാണ്. ഒരു കല്ലെറിഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നിരക്കൊരു കല്ലെറിഞ്ഞില്ല. ഒരു ചില്ല് പോലും താഴെ വീണില്ല. എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം മാതൃഭൂമി ചവിട്ടി അരയ്ക്കണമെന്ന്. മാതൃഭൂമിക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ്. അവൻ പിറ്റേ ദിവസം അതിന്റെ ഫ്രണ്ട് പേജിൽ കൈവാലയത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു. പിന്നെ ആരും ചവിട്ടൂലല്ലോ. പിറ്റേ ദിവസം നോക്കി ഹജ്ജിന്റെ സമയമല്ല, ഉംറയുടെ സമയമല്ല. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേപ്പറിൽ ഉംറ ചെയ്യുന്ന കഅബയ്ക്ക് ചുറ്റും ഉംറ ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് വിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ വലിയൊരു ചിത്രം. എന്താ കാരണം? പിന്നെ പിറ്റേ ദിവസം മുസ്ലിങ്ങളെ വിളി ചവിട്ടൂല എന്നറിയാം. നമ്മൾ ആരാസാനം അത് കീറി കളഞ്ഞിട്ട് ബാക്കിയിൽ ചവിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മൾ പത്രത്തിൽ പരസ്യം പറയുമ്പോൾ നമ്മൾ പറയും ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി, ദരിദ്രൻ കോടീശ്വരനായി. പത്രം കിട്ടിയ ലോട്ടറി ടിക്കറ്റിന്റെ അക്കം നോക്കുന്നതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാറില്ല. ഇന്നെ കേൾക്കാനറ്റ ഓരോ സഹോദരനും സഹോദരിയും ഈ ദുആ പഠിപ്പിച്ചു കൊള്ളുക. നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് മുതൽ ഇത് പഠിക്കണേ. പെൺമക്കൾക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ കൊയിലാണ്ടിയിലെ കല്യാണ വീട് നാളെ നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെടേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഞാനെല്ലാം എന്റെ റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കൊരു ശക്തിയുമില്ല. ഇത് പറഞ്ഞതിന് ശേഷം നീ വാതിൽ പണിയിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ദല്ല അൻ അസില്ല ഔ സല്ല ഔ അളലമ ഔ ദുലിമ ഔ അദ്ഖല ഔ യുജ്ഹലു അലയ്യ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉദില്ല അൻ അസില്ല ഔ ഉസില്ല അൻ അസില്ല ഔ ഉസല്ല أو أظلم أو ظلم أن أظلم أو ظلم أن أجهل أو يجهل علي. ഏറ്റവും ആവശ്യമായൊരു ദുആയാണിത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ, ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അനലില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാഹ്, പടച്ചവനെ, പിശാചുക്കൾ വഴിനീളം കാത്തു നിൽക്കുകയാണ്. ആ ആൺകുട്ടികൾ എന്നെ കാത്തു നിൽക്കുകയാണ്. അവരെന്റെ മാംസം നോക്കി കൊതിയൂറുകയാണ്. അതിലേക്ക് ഞാൻ പെട്ടുപോയി വഴിതെറ്റി പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ്. ആ സമയത്തിന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവരമില്ലാത്തതിൽ നിന്ന് വിവരക്കേടെന്നെ ബാധിച്ചിട്ട് ഞാൻ അജ്ഞതയിലോട്ട് നടന്നു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടല്ലാതെ നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒന്ന് പൊക്കി പിടിക്കട്ടെ. എന്താണെന്നറിയോ? ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവക്കി. താത്തരുത്, എണ്ണാൻ പോവാണ്. ഒന്ന് എണ്ണാൻ പോണോ, പിന്നെ പൊക്കി. ഇത് കായ്വർക്കാർക്ക് അറിയാവുന്നവർ കൈവക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ദുആ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ 10 പേർ, 10,000 പേര് കൂടിയതിൽ 10 പേർക്ക് അറിയാം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം, വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കൽ. ഈ ദുആകൾ, ഈ പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ വഴിയിലൂടെ നടത്തട്ടെ. യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ തെറ്റു ചെയ്തു ഉറപ്പാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴി, ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമയുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മാക്ക് 7 മണി മുതൽ 9:30 വരെ സീരിയല്, വാപ്പാക്ക് 7 മുതൽ 9 വരെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വാപ്പ വേറെ മേച്ചിൽപ്പുറത്ത്, ഉമ്മ ഇവിടുത്തെ മേച്ചിൽപ്പുറത്ത്. സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ 2 കാരണങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ, ഒന്ന് സീരിയലും മറ്റൊരു സ്മാർട്ട് ഫോണുമാണ്. ഒന്ന് സീരിയൽ, മറ്റൊന്ന് സ്മാർട്ട് ഫോൺ. ഇത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റിച്ചത്. സീരിയൽ നിരോധിക്കണം എന്നൊരു ചർച്ച പോലും കേരളത്തിൽ അടുത്ത സമയത്ത് വന്നിരുന്നു. അത്രയേറെ നമ്മുടെ സ്ത്രീകളെ സീരിയലുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സീരിയലുകൾ പെണ്ണുങ്ങളെ സ്വാധീനിക്കാറില്ലേ? ഉണ്ടോന്നോ ഇല്ലെന്നോ? നിങ്ങൾ നോക്കാറില്ല? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങളൊരു 7 മണിയാകുമ്പോ പോയി നോക്കി. സീരിയലൊക്കെ ഓൺ ചെയ്തിട്ട് പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഈ മയിൽക്കുറ്റിയുടെ മുകളിൽ ഓന്തിരിക്കണ വരെ അങ്ങോട്ടും ആടൂല ഇങ്ങോട്ടും ആടൂല. ഇങ്ങനെ ഇരുന്നങ്ങ് നോക്കി അതിലേക്ക് അങ്ങ് ലയിച്ചു കടിയുമ്പോ ആ സീരിയലിൽ കോസ്മെറ്റിക് ഇട്ട്, വില കൂടിയ സാരി ധരിച്ച്, വില കൂടിയ ചെരുപ്പ് ധരിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ കണ്ണീർ തേക്കും. കരച്ചിൽ വരണമെങ്കിൽ സീരിയലിലെ പെണ്ണുങ്ങളെ, സിനിമയിലെ പെണ്ണ് കരയുന്നത് ഗ്ലിസറിൻ കണ്ണീർ തേച്ചിട്ടാ. നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഗ്ലാമർ ഇരിക്കുന്ന പെണ്ണ് സീരിയലിൽ ഇങ്ങനെ ഗ്ലിസറിൻ തേച്ചിട്ട് കരയുമ്പോ ഈ വടക്കഞ്ചേരിയിലുള്ള വടക്കം പെണ്ണ് അത് കണ്ടിട്ട് ഇങ്ങനെ കരയും. എന്താ അതിന്റെ അർത്ഥം? ആ പച്ച പൊട്ടിക്കറിയില്ല, അപ്പോഴും അപ്പുറത്തിരിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ വെച്ചിട്ടാ കരയുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് നോക്കിയിട്ട് ഇവള് കരയും.